വിവിധ ജില്ലകളിൽ നിന്നായി 14 ജില്ലകളിൽ നിന്നായി അവരുടെ സാഹിത്യ സർഗ സൃഷ്ടികളെ പരിഗണിച്ചുകൊണ്ട് ജഡ്ജ്മെൻറ്റിലൂടെ മികച്ച രചനകളെ തിരഞ്ഞെടുത്ത് അവർക്ക് കാവ്യ പുരസ്കാരങ്ങളും സാഹിത്യ പുരസ്കാരങ്ങളും നൽകുകയാണ് സാധാരണ മന്ദാരം പബ്ലിക്കേഷൻ ചെയ്തു വരാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നമ്മൾ സാഹിത്യ പുരസ്കാരം നിർവഹിച്ചു. 2024 KP രാമനുണ്ണി സാറ് അതുപോലെ മറ്റു വിശിഷ്ട പ്രമുഖരും ചേർന്ന് നമ്മൾ കോഴിക്കോട് വെച്ച് 2024 കാവ്യ പുരസ്കാരം ചെയ്തു. 2023 കോഴിക്കോട് മാതൃഭൂമിയിൽ വെച്ചിട്ട് നമ്മൾ സാഹിത്യ പുരസ്കാരം ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഈ വർഷം 2026 കാവ്യ പുരസ്കാരമാണ് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി 400-ലേറെ രചനകൾ വന്നതിൽ നിന്ന് ജഡ്ജ്മെൻറ്റിലൂടെ തിരഞ്ഞെടുത്ത 120 രചനകളുടെ രചയിതാക്കൾ 30 പേരെയാണ് ഇന്ന് സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. അവർ കാവ്യ പുരസ്കാര വിജയികളായിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കുന്നത്, അവരുടെ പേരുകൾ ഇവിടെ വായിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വെങ്കടാചലം സാറാണ്. അതുപോലെ നമ്മുടെ AT അബൂബക്കർക്കയുടെ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നതിൻ്റെ ഭാഗമായി ഇറക്കുന്ന ആൽക്കഹോളിക് അനോണിമസിൻ്റെ മായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം, ദി ലാസ്റ്റ് പെഗ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിനെക്കുറിച്ച് രമാദേവി മാഡവും ഇവിടെ സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കവർ പേജിൻ്റെ ഒരു പ്രകാശനവും ഇവിടെ നിർവഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വെങ്കടാചലം സാറ് ആ കാവ്യ പുരസ്കാര വിജയികളായ 30 പേരെ സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി വെങ്കടാചലം സാറിനെ വളരെ വിനയത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സാഹിത്യം സ്നേഹത്തിനുള്ളതാണ്. അല്ലാണ്ട് എന്തെങ്കിലും വർഗീയത പരത്താനോ അല്ലെങ്കിൽ ചീത്തക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആവരുതെന്നുള്ള വലിയൊരു നിർബന്ധം മന്ദാരത്തിനുണ്ട്. പുതിയ ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള സഹായങ്ങൾ ചെയ്യുക എന്നതാണ് മന്ദാരം കഴിഞ്ഞ വർഷങ്ങളിലേക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നിസ്വാർത്ഥ സേവനം എന്നൊക്കെ നമുക്ക് പറയാം. ഇത്തവണത്തെ മന്ദാരം ലിറ്ററേച്ചർ ലവ് കാവ്യ പുരസ്കാരം 2026 ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ലീന രാമചന്ദ്രൻ, സുഭദ്ര, സുമം MS, പത്തനംതിട്ട ആതിര അരുൺ, ആലപ്പുഴയിൽ നിന്ന് സിമി R, കോട്ടയത്ത് നിന്ന് പ്രേംകുമാർ ചുങ്കത്ത്, ഡോക്ടർ ബിന്ദു AC, സുരേഷ് കിടങ്ങൂർ, എറണാകുളത്ത് നിന്ന് മേരി സുനീത പനക്കരപ്പറമ്പിൽ, സിൻസി സുബ്രഹ്മണ്യൻ, ഡോക്ടർ ഷേർലി TR, തൃശ്ശൂരിൽ നിന്ന് ഷീബ ആനന്ദൻ മൂർക്കനാട്, സുലു ഹക്കീം, രേഖ രാജു, നഗീന നജീബ്, ഷാനിത കൊടുങ്ങല്ലൂർ, പാലക്കാട്ട് നിന്ന് രമേഷ് എരണേഴത്ത്, ജോർജ് കളത്തിൽ, ഷീന ബാലഗംഗാധരൻ, മലപ്പുറത്ത് നിന്ന് നിഷ ഫിറോസ്, നൗഫൽ മുതുവാടൻ, സിന്ധു പ്രശാന്ത്, ഷിജു P അരൂർ, ലൈല സക്കീർ, കോഴിക്കോട്ട് നിന്ന് രാധ PK, ധർമ്മരാജ് അമ്പാടി, റഹമത്ത് എലമംഗൽ, വയനാട് നിന്ന് അമ്പിളി ദിനു, കണ്ണൂരിൽ നിന്ന് ഫാത്തിമ മിത്തുമൽ, മിസ്തരിയ പള്ളിക്കൽ മോളി, സിബി കുറുക്കുട്ടി, ഷിജിത് പിണറായി. ഇത്രയും പേരെയാണ് ഇക്കുറി നമ്മൾ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർക്കുള്ള അവാർഡ്. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ മന്ദാരത്തിൻ്റെ ചീഫ് എഡിറ്റർ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 23 പാലക്കാട് കസ്രട്ട് നഗറിൽ നടക്കാൻ പോകുന്ന 3 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ചടങ്ങ്, ഒരു പത്രസമ്മേളനമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, മന്ദാരം പബ്ലിക്കേഷൻസ് നിലകൊള്ളുന്നത് തന്നെ ലിറ്ററേച്ചർ ഓഫ് ലവ്
എന്ന ആ ഒരു തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. വളർന്നു വരുന്ന യുവതലമുറയെ കൂടുതൽ കൂടുതൽ വായനാശീലമുള്ളവരാക്കുവാനും തങ്ങളുടെ പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റാനും മന്ദാരം എന്നും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മുന്നോടി തന്നെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ 5 പ്രാവശ്യങ്ങളിലായി, ഇതടക്കം 5ാമത്തെ തവണയും കാവ്യ പ്രതിഭകളെ, സാഹിത്യ പ്രതിഭകളെയൊക്കെ കണ്ടെത്തി അവരുടെ ആ ഒരു പ്രഭാവം, അവരുടെ സർഗപ്രതിഭയെ വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ പുരസ്കാരം നൽകി ആദരിക്കുന്ന മഹനീയമായ ഒരു ചടങ്ങും മന്ദാരം നടത്തി വരുന്നുണ്ട്. അതിൻ പ്രകാരം 400 എഴുത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 120 കൃതികളിൽ നിന്നുള്ള വ്യക്തികൾക്കാണ് ഇവിടെ കാവ്യ പുരസ്കാരം നൽകിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പ് വെങ്കിടാചലം സാറ് അവരുടെയൊക്കെ പേര് വിശദമായിട്ട് വായിക്കുകയുണ്ടായി. ഏതായാലും ആഗസ്റ്റ് 23 പാലക്കാട് ഇറങ്ങാൻ പോകുന്നത് ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ തസ്രാക്കിലെ കാറ്റ് എന്നാണ്. മറ്റൊരു ബുക്കിൻ്റെ പേര് റോസ് ലവ്. അടുത്തത് ലാസ്റ്റ് പെഗ്. ഈ ലാസ്റ്റ് പെഗിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധിയുള്ള, വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് യുവതലമുറകളൊക്കെ തന്നെ വളരെയധികം ദുർഘടമായ വിഷമസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ അനുഭവിച്ചിരുന്ന വിപത്തുകൾക്കൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്, പലതരത്തിലുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുവാനായിട്ട് അവരെ ഉത്ബോധിപ്പിക്കുക, അവർക്ക് അത്തരത്തിലുള്ള ആ ചീത്ത പ്രവണതകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രചോദനം ഈ ബുക്ക് വായിക്കുന്നതിൽ ഉണ്ടാവുക എന്നൊക്കെ ലക്ഷ്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സഹൃദയനായ കവിയായ നമ്മുടെ സ്നേഹസമ്പന്നനായ A.T. അബൂബക്കർ സാർ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ലാസ്റ്റ് പെഗ് എന്നുള്ള ഈ ഒരു ബുക്ക്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പുസ്തകം. എൻ്റെ എല്ലാ പ്രിയ കാവ്യ സൗഹൃദങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ ഞങ്ങളുടെ മന്ദാരം പബ്ലിക്കേഷൻസിൻ്റെ 3 പുസ്തകങ്ങളുടെ കവർ പേജിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. വെങ്കടാചല സാർ, രമാദേവി മാഡം, A.T. അബൂബക്കർക്ക് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഓക്കെ.